ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലെ ബ്രോക്കൺ ബീച്ചിലാണ് കേട്ടോ. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനു മുന്നേ ആയിട്ട് ഒന്നും കൂടി ബ്രോക്കൺ ബീച്ചിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുകയാണ്. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. അങ്ങനെ ബ്രോക്കൺ ബീച്ചിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഏഞ്ചൽ ബില്ലാബോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അതായത് നമ്മൾ വന്ന ഡയറക്ഷനിൽ തന്നെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് പോകണം. നമ്മളവിടെ ഒരു ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വലത്ത് സൈഡിലേക്കാണ് പോകാനുള്ളത്. ഇവരുടെ മെത്തോളജി പ്രകാരം ദേവതമാർ വന്ന് കുളിച്ചു പോകുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് ഏഞ്ചൽ ബില്ലാബോങ് എന്ന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ചുണ്ണാമ്പ് പാറകൾക്കിടയിൽ ചെറിയൊരു നാച്ചുറൽ കുളമാണ് ഇത്. ഇതിനുള്ളിൽ നിറയെ പല രീതിയിലുള്ള ആൽഗകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഈ ഒരു കുളം കാണാൻ കഴിയുക. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് ഗൈഡ് പറഞ്ഞിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഏഞ്ചൽ ബില്ലാബോങ്. ഒരുപാട് പേര് താഴത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഏകദേശം ഒരു 4 പേരോളം മരിച്ചിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വേലിയേറ്റ സമയത്ത് മാത്രമാണ് ഇവിടെ കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതാണ് ഏഞ്ചൽ ബില്ലാബോങ്ങിലെ കാഴ്ചകൾ. നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ പിന്നിട്ടിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൂടെയൊക്കെ പോകുന്ന പോലെയാണ്. നമ്മുടെ അവിടെ നാട്ടിൽ എൻ്റെ സ്ഥലത്തൊക്കെ ശീമക്കൊന്നാന്നാണ് പറയുക ഈ ഒരു മരത്തിനെ. ഇവിടെ നിറച്ച് ശീമക്കൊന്നയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗങ്ങളിലൊന്നും റോഡ് കാര്യമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്കൂട്ടർ റെൻ്റ് എടുത്ത് വരുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഭാഗമാണ് കേട്ടോ അത്. കാരണം ഭയങ്കര ഡീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെയാണ് ഇവിടെ. റോഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, മണ്ണിട്ട വഴിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഭീകര അന്തരീക്ഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഡ്രൈവറും പറഞ്ഞു ഒരുപാട് പേര് ഇവിടെ സ്കൂട്ടറായിട്ട് വന്നിട്ട് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഭാഗം കണ്ടോ. ഇപ്പം ഇങ്ങനത്തെ കുറച്ച് റോഡുകൾ ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെയാണ് നമുക്ക് ലഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫുഡ് കിട്ടുകയെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പാക്കേജിലുള്ള ഐറ്റമാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ പാക്കേജ് എടുക്കാത്ത ആൾക്കാർക്കും ഈ റൈറ്റ് സൈഡിൽ പാക്കേജ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും ഉള്ള ഏരിയ ആണ് കേട്ടോ. മെനു കാർഡ് കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട് കേട്ടോ. അത് വെജ്, ചിക്കൻ, പിന്നെ സീ ഫുഡും ഉണ്ട്. ഞാനങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. വിഷ്ണു ആണെങ്കിൽ ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ആണ് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസ്. ഇത് വിഷ്ണു ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ നൂഡിൽസ് കേട്ടോ. അതിന് മുകളിൽ ഒരു ചെറിയൊരു ഓംലേറ്റ് ഉണ്ട്. കൂടാതെ ചിക്കൻ നമുക്ക് തന്നിട്ടുള്ളത് കബാബ് ടൈപ്പാണ് കേട്ടോ. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ഉണ്ട്. അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. നമുക്ക് ഫുഡ് കാര്യമായിട്ടേ മതിയായി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളെ ബ്രോക്കൺ ബീച്ചിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അവിടെ അവർ എങ്ങനെയാണ് അവർക്ക് ആ ബീച്ച് പ്രകൃതിയായിട്ട് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിന് ചുറ്റും ഹാൻഡ് റെയിൽസ് ഉണ്ടാവും, അതിൽ കുറേ പരസ്യ ബോർഡുകൾ ഉണ്ടാവും. ഇവർ സിമ്പിളായിട്ട് അതിന് ചുറ്റും ആൾക്കാർക്ക് നടന്ന് ആസ്വദിക്കാന്നുള്ള രീതിയിലുള്ളൊരു പേവിങ് അല്ലെങ്കിൽ ഒരു നടപ്പാത ക്രമീകരിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് അവിടെ അവർ ചെയ്തിട്ടുള്ളത്. അവിടെ സേഫ്റ്റി കുറച്ച് കുറവാണ്, പക്ഷെ അവർ പ്രകൃതിയെ ദ്രോഹിക്കാത്ത രീതിയിലാണ് അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. റോഡ് വളരെ ചെറുതാണെങ്കിലും നല്ല റോഡാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊന്നേ മനുഷ്യവാസം തീരില്ലാന്ന് തോന്നുന്നു. വീടുകളോ അല്ലെങ്കിൽ വേറെ കടകളോ ഒന്നും കാണാനില്ല. അതായത് ചെറിയൊരു കാട്ടുകൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണിത്. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് കെല്ലിംഗ് ബീച്ചിലേക്കാണ്.
അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മുടെ അടുത്ത് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ട് ബാലിയിലേക്ക് പോകുമ്പോഴുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നമ്മൾ റിപ്ലൈ എന്തായാലും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.